ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു 5ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ലവ് ബേഴ്സിനെ വളർത്തണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഒരു കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ആ 5ാം ക്ലാസ്സിൽ നിന്നുള്ള കാത്തിരിപ്പ് ഒരു 10ാം ക്ലാസ്സിലായപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു കൂടൊക്കെ പണിത് തന്ന് ഒരു 3-4 കിളീനെ വാങ്ങാൻ എനിക്ക് പറ്റിയത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ കയ്യിൽ ലവ് ബേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ലവ് ബേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവരുടെ സൗണ്ടാണ് കേട്ടോ. എപ്പോഴും ചെറിയ രീതിയിലൊരു സംഗീതം പോലെ അവരുടെ സൗണ്ട് കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടക്കാലം കൊണ്ട് കുറേ വെറൈറ്റി കിളികളെയൊക്കെ ഞാൻ വളർത്തിയിരുന്നു. നമ്മുടെ ജാവ, ബംഗാളി ഫിഞ്ച്, അതുപോലെ ഫിഞ്ച്, ലവ് ബേഴ്സ്, അങ്ങനെ ഒരു ഇതിൽ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ വളർത്തിയിരുന്നു കേട്ടോ. ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് ഫിഞ്ചസിനെ ഒഴിവാക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ ലവ് ബേഴ്സിനെ ഞാൻ കെയർ ചെയ്തു കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഞാൻ കൂട്ടി. അങ്ങനെ നമ്മുടെ നിർത്തിയ ലവ് ബേഴ്സുകളാണ് കേട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇവരുടെ കളറും ഇവരുടെ സൗണ്ടും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇവരുടെ ആ ചലിക്കുന്ന സൗണ്ടുകളൊക്കെ കേൾക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ലവ് ബേഴ്സിന് ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ തുളസിയില നമ്മൾ പൊട്ടിച്ചുകൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ എല്ലാവരും നമ്മുടെ കൂടിൻ്റെ വാതിക്കലേക്ക് അടുത്ത് വരും. ഞാൻ മിക്ക ദിവസങ്ങളിലും തുളസിയില, അതുപോലെ പനിക്കൂർക്ക ഇല അതൊക്കെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വല്ല ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത ദിവസങ്ങളുള്ളൂ. ഈ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും എല്ലാം കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് അസുഖം വരാതിരിക്കാനും കുറച്ച് ഇവരെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ലവ് ബേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.